സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാലോ, വിറ്റ്നസ്സിൽ മിഷൻ ഫീൽഡിലുള്ള ദൈവദാസന്മാരാണ് നമുക്ക് കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നും അനുഗ്രഹീതമാകുന്ന ഒരു മിഷൻ അനുഭവമുള്ള, വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബീഹാറിൽ നിന്ന് ഇന്നത്തെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ധൈര്യത്തിനും ഉത്തേജനത്തിനും കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഫസ്റ്റ് ബീഹാറിലായിപ്പോഴല്ലേ? വർഷങ്ങളായോ ബീഹാറിലായിട്ട്? 34 വർഷമായി. നോർത്ത് ഇന്ത്യയിൽ ആയിട്ട് ആദ്യം മുതൽ തന്നെ. ശരി, നാട്ടിലെവിടെയാ ഫാസ്റ്ററെ? എൻ്റെ വീട് ചാലക്കുടി, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ചാലക്കുടി. ശരി ശരി ഫാസ്റ്ററെ, ചെറിയ പ്രായമുള്ള അനുഭവം പറയാം. എന്നാൽ അതിനു മുമ്പേ ഫാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് സഹായകമാകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഫാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ പറയാൻ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഫാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ബേബി പി എബ്രഹാം. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടി എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാറി ചായപ്പുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ ജന്മദേശം. എന്നാൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ കൂടി വന്ന സഭ എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽ ചർച്ചാണ്. എൻ്റെ കുടുംബത്തിൽ മാതാവ്, പിതാവ്, ഞങ്ങൾ 8 മക്കളാണ്. 4 സഹോദരിമാർ, 4 സഹോദരന്മാർ. ഇവാഞ്ചലിക്കൽ ചർച്ചിലെ കൂടുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും പിതാവ് മദ്യപാനിയായിരുന്നു, വളരെ മദ്യപിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും മദ്യപിക്കും. അങ്ങനെ ഒരു ജീവിത ശൈലിയായിരുന്നു എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലെല്ലാം മാതാവ് വളരെയേറെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞങ്ങൾക്ക് 4 സഹോദരിമാരും 4 സഹോദരന്മാരും. പക്ഷെ സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ നല്ല ചുറ്റുപാടായിരുന്നു. ഏകദേശം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ പിതാവ് ഈ മദ്യപാനി ആയതുകൊണ്ട് വീട്ടിൽ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ, അവിടെ പെന്തക്കോസ്റ്റ് ചർച്ച് ആദ്യമായിട്ട് രൂപീകരണം പ്രാപിക്കുന്ന സമയത്ത് അവിടുത്തെ ഉപദേശി വന്നിട്ട് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠന് ജോലിക്കായിട്ട് വിളിച്ചുകൊണ്ട്, ചർച്ചിന്റെ പണിക്കായിട്ട്. ആ 2ാമത്തെ ജ്യേഷ്ഠൻ ജോലിക്ക് വേണ്ടി അവിടെ പോയപ്പോൾ എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠനോട് ആ ദൈവദാസൻ സുവിശേഷം പറയുവാനിടയിൽ, ആ സുവിശേഷം പറഞ്ഞ ആ സമയത്ത് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ യേശുവിനെ സ്വീകരിപ്പാനും ആ യേശുവിനെ സ്വീകരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എടാ, നമ്മൾ പോകുന്ന സഭയേക്കാളും നല്ലതാണ് ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും കൂട്ടിക്കൊണ്ടുപോകുവാൻ തക്കോണയുടെ. മൂത്ത ജ്യേഷ്ഠൻ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്നും ഓടിപ്പോയി നാട് വിട്ടു. അതിനുശേഷം താൻ ഭാരത സർക്കസ് എന്ന് പറയുന്ന സർക്കസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഭവനത്തിലുണ്ട്. എന്നാൽ ആ സഹോദരനും വന്നില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ എല്ലാവരും ഈ സഭയിലേക്ക് പോകാനിടയായി. പക്ഷേ എൻ്റെ പിതാവും എന്നോടും ഈ ഉപദേശം വന്ന് സുവിശേഷം പറയുവാനിടയായി. അന്ന് ഉപദേശം എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, പാസ്റ്റർ എന്നല്ല, കുറച്ചിലെ ഞങ്ങൾ ഉപദേശം എന്ന് വിളിച്ചുകൊണ്ട് ആ ഉപദേശം വന്ന് പിതാവിനോട് സുവിശേഷം പറഞ്ഞു. ഞങ്ങളുടെ സഹോദരിമാര് ഞങ്ങളോടൊക്കെ സുവിശേഷം പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും, പിതാവ് മദ്യപാനം വിടും, ഇങ്ങനെയല്ല പറയുവാനിടയിൽ. എന്നാൽ ഈ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ടാക്കാനിടയിൽ. ഞങ്ങൾ ഒരു ദിവസം ആരാധനയ്ക്ക് പോയി. എൻ്റെ പിതാവ് ഇവാഞ്ചലിക്കലാണെങ്കിൽ സഭയിൽ പോകത്തില്ലായിരുന്നു. ഞങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ പറഞ്ഞു വിടുമായിരുന്നു, ആരാധനയ്ക്ക് പറഞ്ഞു വിടുമായിരുന്നു. താൻ നേരെ കള്ളി ഷാപ്പിലോ ചാര ഷാപ്പിൽ പോകും. എന്നാൽ മക്കളെ എപ്പോഴും ആരാധനയ്ക്ക് വിടുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ആരാധനയ്ക്ക് പോയില്ല എങ്കിൽ വരുമ്പോൾ ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ തന്റെ പിതാവ് പോയില്ലെങ്കിലും മക്കളെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആരാധനയ്ക്ക് പോകുമായിരുന്നു. എന്നാൽ ഈ ദൈവദാസൻ വന്ന് കാര്യങ്ങൾ സംസാരിക്കും. പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രാവശ്യം വന്നാൽ മതി. അങ്ങനെ എൻ്റെ പിതാവ് ആ സഭയിൽ പോവുകയും ഒരൊറ്റ ദിവസം കൊണ്ട് വർഷങ്ങളോളം നീണ്ടു നിന്ന മദ്യപാനം. മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് പോലെയാണ് മദ്യപാനം കഴിച്ചുകൊണ്ടിരുന്നത്. താൻ ഡെയിലി മദ്യപിക്കും, ജോലി ചെയ്യും, എങ്കിൽ തന്നെയും മദ്യപാനം വിടത്തില്ലായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അവിടെ കടന്നു ചെന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിക്കുകയും അതോടുകൂടെ മദ്യപാനം വിടുവാനിടയായി. ആ മദ്യപാനം വിട്ടതിന് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് യേശുവിനെ സ്വീകരിപ്പാനിടയായി. എന്നാൽ ഇതിനിടെ എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, താൻ ആദ്യം സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളെല്ലാം ചർച്ചിൽ പോയി. ഈ രണ്ടാമത്തെ ജ്യേഷ്ഠനോട് ഈ ഞങ്ങൾ കൂടി വന്ന ആദ്യ സഭയിലുള്ളവർ ചോദിച്ചു, എടാ നീ സ്നാനപ്പെട്ടോ? അപ്പോൾ ഞാൻ സ്നാനപ്പെട്ടു. അപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ അവർ ഫോട്ടോ എടുത്തു. അന്ന് മൊബൈലില്ല, ക്യാമറ കൊണ്ട് അവർ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എടാ ഒരാള് സ്നാനപ്പെട്ടാൽ ഏകദേശം 1,00,000 രൂപ കിട്ടും, നിനക്ക് വല്ലതും തന്നോ? പക്ഷേ ഈ ചോദ്യം എൻ്റെ സഹോദരനെ വല്ലാതെ ഫീൽ ചെയ്യും, വളരെ വേദനിപ്പിക്കുവാനിടയെ. എന്നെ കൊണ്ടുപോയി അവർ മുക്കിയിട്ട് കാശ് മേടിച്ചല്ലോ. അപ്പോൾ ഇവര് എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ പറയും, എടാ നിന്നെ മുക്കി കാശ് മേടിച്ചിട്ട് 5 പൈസ പോലും നിനക്ക് തന്നില്ലല്ലോ. അത് ഭയങ്കര കഷ്ടമായി. അപ്പോ ഒരു ദിവസം ഉപദേശിയുടെ അടുക്ക് ചെന്നിട്ട് ചോദിച്ചു, ഉപദേശി നിങ്ങൾ ഈ കാണിച്ച തെറ്റായി പോയി, എന്നെ മുക്കിയിട്ട് നിങ്ങൾ കാശ് മേടിച്ചിട്ട്. വാസ്തവത്തില് എൻ്റെ രണ്ടാമത്തെ സഹോദരൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയാത്തത് കൊണ്ടും താൻ എന്ത് ചെയ്തു, ഇപ്പോഴും പിന്മാറ്റ അവസ്ഥയിലാണ്. അന്ന് പിന്മാറിപ്പോയി. പക്ഷേ ഞങ്ങളെല്ലാവരും ആരും യേശുവിനെ വിടുവാനോ അല്ലെങ്കിൽ പിന്മാറിപ്പോകാൻ ഇടയായില്ല. എൻ്റെ പിതാവ്, ഞങ്ങള് കുടുംബമായിട്ട് എല്ലാവരും കൂടി സഭയിൽ പോകുവാനും ദൈവത്തെ ആരാധിപ്പാനിടയായി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ 8 പേരിൽ ഇപ്പോൾ 3 പേരൊഴികെ ബാക്കി എല്ലാവരും സുവിശേഷ വേലയിലായിരിക്കും. ഞങ്ങള് 5 പേര് ഇപ്പോൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അവർക്കുണ്ടായ എൻ്റെ മൂത്ത സഹോദരിയുടെ മകള് വിവാഹം കഴിച്ചിരിക്കുന്ന ഷാരോയിൽ ഒരു പാസ്റ്ററാണ്, അവന് സുവിശേഷ വേലയിലാണ്. രണ്ടാമത്തെ സഹോദരി ചർച്ച ഗോൾഡ് സെന്റർ പാസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പോൾ തനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഇപ്പോൾ പെൺപൈതല് വിശ്വാസിയെ വിവാഹം കഴിച്ച് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എന്നാൽ 2 മകൻ ഇപ്പോൾ M.Tech കഴിഞ്ഞു, B.Tech M.Tech എല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ബൈബിൾ ട്രാൻസ്ലേഷനോട് ചേർന്ന് അങ്ങനെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സഹോദരിയുടെ ഹസ്ബൻഡ് അട്ടപ്പാടിൽ സെന്റർ പാസ്റ്റർ ആയിരിക്കുന്നു. അതിന് 2 പെൺമക്കളാണ്. അവരിൽ മൂത്ത മകൾ ഇപ്പോൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും അവരുടെ കുടുംബമായിരിക്കുന്നു. അതുപോലെ തന്നെ മകൾ ദുബൈയിലായിരിക്കുന്നു, അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. എന്നാൽ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഇളയ സഹോദരനും ഞാനും അതുപോലെ തന്നെ സഹോദരി, അവരെല്ലാം, ഇളയ സഹോദരി ഛത്തീസ്ഗഡിൽ അവർ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതുപോലെ ആ ഛത്തീസ്ഗഡിലായിരുന്നു. ആ ദൈവദാസനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുവാൻ തക്കോണം ഇടയായി. ഡേവിഡ് ചാക്കോ എന്നാണ് പേര്. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി. ഛത്തീസ്ഗഡിൽ ഇപ്പൊ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ഞാനും എനിക്ക് ഈ കർത്താവ് 3 മക്കളെ തന്നിട്ടുണ്ട്, 2 ആൺപൈതലും 1 പെൺപൈതലും. എന്നാൽ എൻ്റെ മൂത്ത മകന് ബുദ്ധിയുടെ വളർച്ച കുറവാണ്. അവൻ അങ്ങനെ ഇപ്പോൾ ഞങ്ങളോട് കൂടി ആയിരിക്കുന്നു. രണ്ടാമത്തെ മകൻ സുവിശേഷ വേലയോട് ബന്ധത്തിൽ പൂനെയിലായിരിക്കുകയാണ്. അവൻ BBA കഴിഞ്ഞു, അവിടെ ഒരു ദൈവദാസനോട് കൂടെ ആ സഭയുടെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ ആയിരിക്കുന്നു. മോള് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഒരു ഹോട്ടൽ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ കൊച്ചിലെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അന്നും വളരെ താല്പര്യമാണ്. അവിടെയുള്ള മീറ്റിങ്ങുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നെ ആവോളം. അന്ന് എൻ്റെ ശബ്ദം വലിയതായതുകൊണ്ട്, എൻ്റെ വലിയ ഒച്ചയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ പാസ്റ്റർ എന്ത് ചെയ്യും, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഏറ്റു പറയാനായിട്ട് എന്നെ കൊണ്ടു. അപ്പോൾ പരസ്യയോഗത്തിനാണെങ്കിലും എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സുവിശേഷ താല്പര്യം എന്നെ ഉള്ളതുകൊണ്ട്, വളരെയേറെ സുവിശേഷ ദർശനങ്ങളുണ്ട്. എല്ലാ ദിവസവും പരസ്യയോഗങ്ങളും
ഹൗസ് വിസിറ്റിങ്ങിൽ ഞങ്ങളുടെ പാർക്കുന്ന ഇടത്ത് കോടശ്ശേരി പഞ്ചായത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. അവിടെ സുവിശേഷ വേല വളരെ വിരളമാണ്. ഞാനായിരിക്കുന്ന സ്ഥലത്തിന് പേര് ചായപ്പൻകുഴി എന്നാണ്. പക്ഷെ അവിടെ ഇപ്പോഴും സുവിശേഷ വേലയില്ല. ചായപ്പൻകുഴി, രണ്ട് കൈ, വീരച്ചട, അങ്ങനെ വെട്ടിക്കുഴി, വെറ്റിലപ്പാറ, അതിരപ്പുള്ളി, ഈ മേഖലകളെ കുറിച്ച് പഠിക്കുമ്പോൾ സുവിശേഷ വേല ഇപ്പോഴും വളരെ വിരളമായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ എന്റെ ഹൃദയത്തിൽ വലിയ താല്പര്യ കർത്താവിന് വേല ചെയ്യണം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ പെരുമ്പാവൂരിന്റെ പ്രദേശത്ത് ചില ദൈവദാസന്മാരോട് ഒരുമിച്ച് ആ പ്രദേശങ്ങളിലെല്ലാം വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1985 ഗോസ്പൽ ഫോർ ഏഷ്യയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് അതിന്റെ ബിഗിനിങ്ങിൽ, ആരംഭത്തിൽ പ്രവർത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. അന്ന് അതിന്റെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തായിരുന്നു. ഞങ്ങളുടെ എറണാകുളത്തായി പോയി ആ ഓഫീസിൽ പോയി. അന്ന് അതിന്റെ ഇൻചാർജ് ആയിരുന്നത് ജോയ് കുട്ടി ചാക്കോയാണ്. ആ ദൈവദാസനെ കാണുവാനും ഞങ്ങൾ വേറെ ദൈവദാസന്മാരും കൂടി അതിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം എന്നെ നേരെ വിട്ടത് കണ്ണൂരിൽ ഇരട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ അന്ന് ബാലകനാണ്, 17 വയസ്സ് അന്നുള്ളൂ. ആ ഇരട്ടിയുടെ പ്രദേശത്ത് കടന്നു ചെന്ന് എന്നോട് കൂടെ വേറൊരു ദൈവദാസനുണ്ട്. ഞങ്ങൾ തന്തോട് പാലത്തിനടുത്ത് കുഞ്ഞിരാമൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഗുരുവിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. ആ ഗുരുവിനോടും സുവിശേഷം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിനു മുൻപേ ആ ദൈവദാസനോട് ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ മുഖാന്തരം പിന്നെയും ആ സുവിശേഷം പറയാനും, അവർ താമസിക്കുന്നത് തലശ്ശേരിലാണ്. എന്നാൽ ഈ ഗുരു ഇവിടെയാണ് കട നടത്തുന്നത്, ഒരു തിരുമുകാരനാണ്. അങ്ങനെ അവിടെ നിന്ന് ആ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഏറ്റവും എനിക്ക് ഒരു പിതാവ് എന്ന നിലയിൽ എന്നെ സ്നേഹിക്കുന്ന, ഇന്ന് മലബാർ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് ആയിരിക്കുന്ന എബ്രാഹിം ഫാസിന്റെ പിതാവ്, AG ചർച്ചില്, ആ പിതാവുമായിട്ട് അന്ന് ബന്ധപ്പെടുവാനും ആ പിതാവ് എന്നെ ഇരിട്ടിയുടെ പല പ്രദേശങ്ങളിൽ കൊണ്ടുപോയി. താൻ പോകുന്ന സ്ഥലത്തെല്ലാം എന്നെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി സുവിശേഷം അറിയിപ്പാൻ ഇടയാക്കി. അതിനുശേഷം ആ പിതാവ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിരുന്നു. ഇരിട്ടിയുടെ പ്രദേശത്ത് ഞങ്ങൾ പോകാത്ത ഏരിയകളില്ല. സൈക്കിളിൽ പോകുമായിരുന്നു, ബസ്സിൽ പോകുമായിരുന്നു. അങ്ങനെ ഇരിട്ടിയുടെ പ്രദേശങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ആ പിതാവ് ആ സമയങ്ങളിലാണ് അമേരിക്ക പോകുവാനിടയായി. അവിടെ നിന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഇരുട്ടിൽ നിന്നും ഞങ്ങൾ നേരെ തളിപ്പറമ്പ്, മാട്ടൂല്, അങ്ങനെ ഏഴിമല, ഏകദേശം കാസർഗോഡ് വരെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ആ കാലഘട്ടങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു. ഇരിട്ടിയിൽ അന്ന് സഭകളില്ലായിരുന്നു, ഇരിട്ടി സിറ്റിയിൽ സഭയില്ലായിരുന്നു. അന്ന് ഉണ്ടായിരുന്നത് ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആ സ്ഥലങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അറബി എന്ന് പറയുന്ന അന്ന് ഏറ്റവും വലിയൊരു ചർച്ചായിരുന്നു അറബിയില്, ഏജിയുടെ ചർച്ച്. അത് നടത്തിക്കൊണ്ട് സെൽവരാജ് പാസ്റ്റർ ആയിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ തളിപ്പറമ്പിലല്ല, അങ്ങോട്ട് മാറി സഭകൾ ഉണ്ടായിരുന്നു. അന്ന് ഇരിട്ടിയില് ചർച്ചില്ല. ഇപ്പോൾ കേട്ടുകേഴ്വിയുണ്ട്, അവിടേക്ക് ഇഷ്ടംപോലെ സഭകളുണ്ട്. പോകാൻ പറ്റിയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ആ പ്രദേശങ്ങളിലെല്ലാം അന്ന് ഏഴിമല ഇത് മുകൾ വരെ അന്ന് നേവിക്ക് വേണ്ടി അത് അപ്രോച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഏഴിമലയിലെല്ലാം കടന്നുപോയി, ആ മലയുടെ മണ്ട വരെ കടന്നുപോയി എല്ലാ ഏരിയകളിലും സുവിശേഷം കൊടുക്കുവാൻ ആ മലബാറിന്റെ പ്രദേശത്ത് ഏകദേശം ചെറുപ്പകാലത്ത് എനിക്ക് സുവിശേഷം ചെയ്യുവാൻ സ്വർഗത്തിലധികം ഇടയാക്കി. അതിനുശേഷം പിന്നെ ബൈബിൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നതുകൊണ്ട് പിന്നെയും അതിൽ നിന്ന് തിരിച്ചു വന്ന് എറണാകുളത്ത് തന്നെ മനക്കക്കടവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബൈബിൾ കോളേജിൽ ഏകദേശം മലയാളം മീഡിയം ഏകദേശം 2 വർഷക്കാലം സുവിശേഷം പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കി ബൈബിൾ കോളേജിൽ. അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ആ ഏരിയകളിലെല്ലാം ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ പ്രദേശങ്ങളിൽ എറണാകുളത്തിന്റെ ഏകദേശ പ്രദേശത്ത് ഞങ്ങൾ കടന്നുപോയി. ആ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ അവിടെയുള്ള ഞങ്ങൾ ബോട്ടുകൾ കയറി കടമക്കുടി, കണ്ടക്കടവ്, ആ സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവ് ആ കാലഘട്ടങ്ങളിൽ സഹായിച്ചു.
ഇന്ന് അവിടെയെല്ലാം സഭകളുണ്ട്. പ്രൈസലോ, അന്ന് വിതച്ച വിത്ത് ഇന്ന് അവിടെ ദൈവജനം ഇഷ്ടംപോലെ ഉണ്ടെന്ന് കേൾപ്പാനിടയായി. മണക്കക്കടവിൽ അന്ന് ചർച്ചകളില്ല. അതുപോലെ തന്നെ കാക്കനാടും അന്നത്തെ കാലത്ത് ചർച്ചകളില്ലായിരുന്നു. അത് 1986 ഉള്ള കാലഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. 87 ആ കാലഘട്ടങ്ങളിൽ ആ സഭകളിൽ അവിടെയെല്ലാം ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യുവാനും, അതിനുശേഷം അങ്ങനെ ഞാൻ ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ഡൽഹിയിലുണ്ട്. അന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 3 മാസം വെക്കേഷൻ, അന്ന് 2 മാസം വെക്കേഷൻ കിട്ടുമായിരുന്നു. അപ്പൊ 2 മാസം വെക്കേഷനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുമായിരുന്നു, പോകാൻ താല്പര്യമുള്ളവരും. അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ കോളേജിലേക്കും അവർ ഇൻഫർമേഷൻ അയച്ചതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാര് 1987 കാലഘട്ടങ്ങളിൽ ആ പ്രദേശത്ത് ഡൽഹിയിൽ കടന്നുപോയി. പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് ഓഫ് ഇന്ത്യയോട് ചേർന്ന് ആ പ്രദേശങ്ങളിലെല്ലാം കർത്താവിന്റെ വേല ചെയ്യാൻ UP-യുടെ ഏകദേശ പ്രാന്ത പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം കടന്നു പോകാൻ സ്വർഗം ഇടയാക്കി. അനേക സാക്ഷ്യങ്ങൾ ആ സമയങ്ങളിലുണ്ട്. അന്നൊന്നും കാലിൽ ഇടാൻ ചെരുപ്പില്ലായിരുന്നു. ചെരുപ്പ് നമ്മുടെ ഈ പാരകനെ പോലുള്ള ചെരുപ്പായിരുന്നു. ആ സമയത്തൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഗ്രാമത്തിൽ പോയപ്പോ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അതിന്റെ വള്ളി പൊട്ടിപ്പോയിട്ട് ആ ചൂടെന്ന് പറഞ്ഞ ശക്തമായ ചൂടും കൊതുകടി ഇങ്ങനെയുള്ള സമയങ്ങളിൽ പോയി കാല് പൊട്ടി ചോരെല്ലാം ഒലിച്ചു. അതിനുശേഷം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ഗ്രാമത്തിൽ കടന്നു പോയപ്പോൾ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒത്തിരി ഉൾപ്രദേശം ഇപ്പോഴും ഓർക്കുന്നില്ല. എന്നാൽ അവർ പറഞ്ഞു, മക്കളെ ഞങ്ങൾ 7 പേരും കൂടി ആ ഗ്രാമത്തിൽ ചെന്നത്. അവരൊട്ടി 8 പേരെയാണ് എടുക്കുന്നത്. ഒരു ആള് ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താക്കും. അതിനുശേഷം 7 പേർ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വിട്ടുപൊക്കോണം. 2 ആഴ്ച മുമ്പ് 2 പേര് സുവിശേഷമായിട്ട് ഈ ഗ്രാമത്തിൽ വന്നു. അവരെ തല്ലിക്കൊന്ന് ഈ ഗ്രാമക്കാർ അവിടെ കുഴിച്ചിട്ടു. അവർ ഞങ്ങളെ കാണിച്ചു. ഞങ്ങൾ വേറെ വഴി അങ്ങനെ പോയി. അതിനുശേഷം ആ പോക്കറ്റ് ടെസ്റ്റ്മെന്റ് ലീഗ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയിൽ ഏകദേശം 3 മാസക്കാലം സുവിശേഷം പ്രവർത്തിപ്പാനും അതിനോട് ചേർന്ന് നിൽപ്പാൻ ഇടയായതിനു ശേഷം അവിടെ ആ സമയത്ത് ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഇവിടെ വന്നപ്പോൾ അവരെ പരിചയപ്പെടുവാനും, അങ്ങനെ അവരോട് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രേസ് ബൈബിൾ കോളേജ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള മുഖാന്തരമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഫോം ഫില്ലപ്പ് ചെയ്യുകയും അവര് വിളിച്ചു പറഞ്ഞു, ഫോമൊക്കെ മേടിച്ചു. അങ്ങനെ ഫോം ഫില്ലപ്പ് ചെയ്ത് അവരോടുകൂടെ ഈ കടന്നു പോകുവാനും 3 വർഷക്കാലം ഗ്രേസ് ബൈബിൾ കോളേജിൽ 1988, 89, 90, 91 കാലഘട്ടങ്ങളിൽ ഗ്രാജുവേഷൻ ചെയ്യുവാൻ അവിടെ നിന്ന് ദൈവം ഇടയാക്കി. ആ സമയങ്ങളിലെല്ലാം, വെക്കേഷൻ സമയങ്ങളിലെല്ലാം ഞാൻ പല സ്ഥലങ്ങളിലും പോയി കർത്താവിന്റെ പേര് ചെയ്യുമായിരുന്നു. ആ സമയങ്ങളിൽ, വെക്കേഷൻ സമയങ്ങളിൽ. അങ്ങനെ യോഹനാൻ എന്ന് പറയുന്ന ദൈവദാസനോടുകൂടെ ആ പ്രദേശങ്ങളിലൊക്കെ, രാജസ്ഥാന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. പഠനാനന്തരം ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരികയും അപ്പോൾ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ലാതെ വേറൊരു ലക്ഷ്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്റെ വൈഫിന്റെ വീട് എടത്തുവയിലാണ്. എടത്തുവ പച്ച എന്ന് പറയും. പച്ചയിൽ അവിടെ അവരുടെ കുടുംബത്തിൽ വേറെ ആരും തന്നെ വിശ്വാസി വന്നിട്ടില്ല. ഇവർ മാത്രമേ വിശ്വാസി വന്നിട്ടുള്ളൂ. ഫാദറിനും മദറിനും ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ അവർ കർത്താവിന് വേണ്ടി ആ മകളെ ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങനെ ആ മകളെ വിവാഹം കഴിക്കുകയും ആ മകൾ അവിടെ വിവാഹം കഴിച്ച് ഏകദേശം 2 വർഷക്കാലം കുട്ടനാടിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. 1991, 92, 93 ആരംഭം കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ കുട്ടനാടിന്റെ ഏകദേശം പോകാത്ത ഏരിയയുണ്ട്. കുട്ടനാടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. വെള്ളം ഉള്ളൂ, വണ്ടിയില്ല, വഴിയില്ല. ആ പ്രദേശത്ത് ചമ്പക്കുളം, ചങ്ങങ്കേരി, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, അവിടെയുള്ള എല്ലാ ഏരിയകളിലും പോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ. അന്ന് ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആ പള്ളിയുടെ പുറകിലും കർത്താവിന്റെ ഒരു കൂട്ടായ്മ നടത്തുവാൻ, അവിടെ ഒരു സഭ സ്ഥാപിക്കുവാൻ
സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അന്ന് ഏകദേശം ഒരു 60-ലധികം പേര് അവിടെ ആരാധനയ്ക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് സുവിശേഷ വിരോധികളാൽ എന്നെ അടിച്ചില്ല, എന്നെ പിടിച്ച് തള്ളി എന്നോട് കൂടെ ഉണ്ടായിരുന്ന അവിടെയുള്ള സഹോദരന്മാരെ മർദ്ദിക്കുവാനിടയെ. സുവിശേഷ വിരോധികളല്ല, അവിടുത്തെ കാത്തലിക്സ്. അവിടെ കാത്തലിക്സ് മാത്രമേ ഉള്ളൂ, ആർക്കും അവിടെ പ്രവേശനമില്ല. അവിടെ ഉള്ളവര് രക്ഷിക്കപ്പെടാനുള്ള കാരണം കരിസ്മാറ്റിക്കിൽ പോയി അവർ ദൈവവചനം പഠിച്ചപ്പോൾ ഞങ്ങൾ സുവിശേഷമായി പോയി അവരുമായി കണ്ടുമുട്ടി. അങ്ങനെയാണ് അവിടെ സഭ സ്ഥാപിക്കാനിടയായത്. അതിനുശേഷം ചങ്ങങ്കരി എന്ന് പറയുന്ന സ്ഥലത്തും ഏകദേശം 40-ലധികം പേര് കൂടുന്ന ഒരു സഭ സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് സ്ഥാപിക്കുവാൻ 1991, 92, 93 ആരംഭ കാലഘട്ടം. അവിടെ നിന്നും സുവിശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഇങ്ങനെ പൂട് ഭരിച്ചു. ഒരു ദിവസം പോലും വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല. എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ പോകുമായിരുന്നു. കേരളത്തിലായിരുന്ന സമയത്ത് അന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി വരുന്നത് വൈകിട്ടാണ്. ഭക്ഷണ ചോറുമായിട്ട് കടന്നു പോകും. എന്നിട്ട് ഈ വരമ്പിന്റെ ഒക്കെ നടുക്കിരുന്ന് ചോറ് കഴിക്കാം. അന്ന് സഹോദരന്മാര് വളരെ ഉത്സാഹത്തോടു കൂടി, ഇന്നും ആ സഭകളിലും സഭയുണ്ട്, ദൈവദാസന്മാർ അവിടെ ഉണ്ട്, ദൈവമക്കളുമുണ്ട്. ചിലപ്പോൾ പോകുമ്പോഴൊക്കെ കാണും. എന്നാൽ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ കെ.സി. ജോൺ എന്ന് പറയുന്ന ആ ദൈവദാസനെ കാണുവാൻ എന്നെ വിളിക്കും. ഇടയ്ക്ക് എന്നെ നല്ല മോനെ പോലെ കാണുകയും ആ സഭയിലായിരുന്നു വൈഫെല്ലാം കൂടിക്കൊണ്ടിരുന്നത് ആരംഭ കാലഘട്ടത്തിൽ. അങ്ങനെ ആ ദൈവദാസനുമായിട്ട് കണ്ടുമുട്ടുവാൻ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, മോനെ, നീയൊക്കെ നോർത്ത് ഇന്ത്യ പഠിച്ചതല്ലേ, നീ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി സുവിശേഷ വേല ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, നോർത്ത് ഇന്ത്യയിൽ പോയി വേല ചെയ്യണം. അങ്ങനെയെങ്കിൽ ബീഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ബീഹാർ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ബീഹാറിൽ ഞാൻ നിന്നെ അയക്കാം, നീ പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ, പോകാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ കൂടി വന്ന സഭയിലുള്ളവർ പറഞ്ഞു, ഞാൻ ഇനി ഈ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ പോവുകയാണ്. അവർ ഒത്തിരി എന്നെ നിർബന്ധിച്ചെങ്കിലും ഇല്ല. ഞാൻ പറഞ്ഞു, സുവിശേഷ വേല ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് എനിക്കൊരു മൂത്ത മകൻ കേരളത്തിൽ വെച്ച് ജനിപ്പാനിടയായി. അവൻ 7 മാസം പ്രായമുള്ളപ്പോൾ അവന്റെ ജന്മം നടന്നു. അവന് 7-ാം മാസത്തിൽ അവന്റെ ജന്മം നടന്നു. 1 കിലോ 100 ഗ്രാം ഉണ്ടായി. 9-ാം മാസം ആയപ്പോൾ അവനെ എലി കടിച്ചു. എലിവിഷം തലയിൽ കയറി, പ്ലേഗ് എന്ന് പറഞ്ഞു. ആ വിഷം അവനെ മൊത്തം ബാധിച്ചു. എങ്കിൽ അതിനെതിരായിട്ടുള്ള ട്രീറ്റ്മെന്റ് അന്ന് വലിയ ട്രീറ്റ്മെന്റ് ഒന്നില്ലായിരുന്നു. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉള്ളതുമുണ്ട്. അവിടെ കൊണ്ടുപോയി അവര് അതിനെതിരായിട്ടുള്ള മരുന്ന് ചെയ്തപ്പോൾ പറഞ്ഞു, കുട്ടി ഒന്നില്ലെങ്കിൽ അവൻ എഴുന്നേൽക്കത്തില്ല, അവൻ ഇങ്ങനെ കിടന്ന കിടപ്പാകും, അല്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ അന്നും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവന്റെ ബുദ്ധിയുടെ വളർച്ച സ്വല്പം കുറവായി വന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ശരീരത്തിനോ ബാക്കി ഘടനകൾക്കോ ഒരു കുറവുമില്ലാതെ ദൈവം അത്ഭുതകരമായി പരിപാലിപ്പാനിടയായി. എന്നാൽ ആ കുട്ടി 9 മാസമായിരിക്കുമ്പോൾ ആ കുട്ടിയെ കൊണ്ടാണ് ഞങ്ങൾ നേരെ ഈ ദൈവദാസൻ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ബീഹാറിലേക്ക് കടന്നു വരുവാനിടയായി. ഞങ്ങൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് അന്ന് ട്രെയിൻ വരേണ്ട ട്രെയിൻ ഒരു ദിവസം ലേറ്റായി. അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് അവിടുന്ന് യാത്ര തിരിച്ചു. എൻ്റെ ഫാദറിനും ആകെ ഒരു മകളുള്ളൂ. അപ്പോ ബീഹാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മിഷണറിമാരുടെ ശവപ്പറമ്പാണ് ബീഹാർ എന്ന്. ഞങ്ങൾ പോരുന്ന സമയത്ത് താൻ ആ റെയിൽവേ സ്റ്റേഷനില് തല കറങ്ങി വീഴുവാൻ തക്കോളം ഇടയായി. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. 3 ദിവസം കൊണ്ട് എത്തേണ്ട ട്രെയിൻ യാത്ര ചെയ്ത് 4 ദിവസമായി പാറ്റ്ന എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ബീഹാറിന്റെ ക്യാപിറ്റലാണ് പാറ്റ്ന, അവിടെ വരുവാൻ തക്കോണമായി. അതിനു മുൻപേ ഒരു ദൈവദാസനെ ഈ കെ.സി. ജോൺ പാസ്റ്റർ പ്രൈസലോ ഇങ്ങോട്ട് മുന്നമേ 3 മാസത്തിന് മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ദൈവദാസൻ ഞങ്ങളെ മീറ്റ് ചെയ്ത് അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഞങ്ങള് ആ ദൈവദാസന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഏകദേശം വൈകിട്ടായി. എനിക്ക് നോർത്ത് ഇന്ത്യ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഹിന്ദി അത്ര വശമില്ല. ഹിന്ദി കുറെ ചെറിയ രീതിയിൽ അറിയത്തുള്ളൂ. എന്നാൽ
അവിടെ വന്നു. ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദിയോട് കൂടെ ഭോജ്പൂരി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. പല ലാംഗ്വേജിൽ ഒരു ലാംഗ്വേജാണ് ഭോജ്പൂരി. ഇവിടെ അധികം പേരും ഭോജ്പൂരിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ദൈവദാസനോടുകൂടെ ഹാജിപ്പൂരിൽ വന്ന് ഒരു 5 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. 5ാമത്തെ ദിവസം ഞങ്ങൾക്ക് നൽകപ്പെട്ട സ്ഥലമായിരിക്കുന്ന, ഇപ്പോൾ ഞാനായിരിക്കുന്ന മോത്തിഹാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ട് വന്ന് ഇവിടെ വരുമ്പോൾ വൈകിട്ട് 5 മണിയായി. എന്ന് പറഞ്ഞാൽ വഴി അതുപോലെയായിരുന്നു. വഴി ഉണ്ടെന്നുള്ളൊരു പേരുള്ളൂ, പക്ഷേ ബാക്കി റോഡ് കല്ലുകൊണ്ടും കുഴികൾ കൊണ്ടും അതുപോലുള്ള വളരെ ദുർഘടമായ ആ സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയായി ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വന്നപ്പോൾ ഇവിടെ 2-3 സഹോദരന്മാര് ആ ദൈവദാസിൽ കൂടെ രക്ഷിക്കപ്പെട്ട് പറഞ്ഞ 2-3 സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഭവനം കണ്ടപ്പോൾ തന്നെ വളരെ വേദന തോന്നി. എന്തെന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജ് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയാം, നമ്മുടെ കോളനി പോലെയുള്ള റൂമുകൾ. അത് 3 റൂം ഞങ്ങൾക്ക് അന്ന് എടുക്കുവാനിടയാണ്. ഒരു റൂമിൽ ഭക്ഷണം വെക്കും, 2 റൂമിൽ കിടക്കാൻ, ഒരെണ്ണത്തിൽ ആരാധന എന്ന വണ്ണം ഞങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് വിശ്വാസികളില്ല, ഞങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല, മോനാണെങ്കിൽ ഇങ്ങനെ. പക്ഷേ ആ സമയത്ത് ഭയങ്കര ചൂട് മാത്രമല്ല, കൊതുക് ശല്യം ഭയങ്കരം. കൊതുക് ശല്യത്തിൽ കൂടുതലായിട്ട് മൊത്തം ക്ലീൻ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇവർ മലവിസർജനം അധികം പുറത്തുള്ള സ്ഥലത്താണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടെ വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി. ആ ദൈവദാസൻ ഉണ്ടാക്കി സംസാരിച്ചതിന് ശേഷം ദൈവദാസൻ ഏകദേശം ഹാജിപ്പൂരും ഞങ്ങൾ താമസിക്കുന്നിടം 180 കിലോമീറ്റർ ഉണ്ട്. പാറ്റ്നയ്ക്ക് ഇവിടെ നിന്ന് 199 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ആ ദൈവദാസൻ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം ആ ദൈവദാസൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കത്തെഴുതിയാൽ മതി. ഞങ്ങളുടെ കയ്യിൽ അന്ന് ഫോണിന്റെ സമ്പ്രദായമില്ല, ഫോൺ ഇല്ലാത്തതുകൊണ്ടും കത്തെഴുതിയാൽ മതി. ലാൻഡ് ഫോൺ ഉണ്ട്, ഒരു ലാൻഡ് ഫോണിന്റെ നമ്പറും തന്നു. പ്രൈസലോ. അങ്ങനെ ആ ദൈവദാസൻ പോയി. പിന്നെ 2 ഹിന്ദിക്കാരുണ്ട്, ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, 9 മാസം പ്രായ മോനുണ്ട്. അവനാണെങ്കിൽ എപ്പോഴും രോഗം, ഓരോ ദിവസവും രോഗം തന്നെ. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നാൽ ഇവിടെ അന്ന് ഒരു 3-4 മലയാളി നേഴ്സുമാര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ക്രിസ്ത്യാനിയായിരുന്നു. അവരെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. അവരുടെ അടുക്കൽ മോനെ കൊണ്ടുപോകും. ഒന്നല്ല, ഓരോ ദിവസം ഓരോ രോഗം മാറി, ഓരോ രോഗം. അങ്ങനെ ഏകദേശം ഞങ്ങൾ ആ മകനുമായിട്ട് 5 വർഷക്കാലം വളരെയേറെ ബുദ്ധിമുട്ടുവാൻ ഇടയായി. 5 വർഷക്കാലം ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ ഒന്നുമില്ല, അവനെ തണുത്ത വെള്ളം എടുത്തിട്ട് ബക്കറ്റിനകത്ത് വെക്കും. ബക്കറ്റിനകത്ത് വെച്ച് അവനെ ആ വെള്ളത്തിനകത്ത് ഇരുത്തി ചൂട് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ മോത്തിഹാരിലെത്തി. അവിടെ നിന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ആരംഭിക്കണം ഒന്നും അറിയുന്നില്ല. അന്ന് വന്നപ്പോൾ ഞങ്ങൾ തണുപ്പ് ഉണ്ടെന്ന് നോർത്തില്ല, പക്ഷെ ഞങ്ങൾ തണുപ്പിന്റെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ ആയി, ഒക്ടോബർ ആയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേറെ സാമഗ്രികളൊന്നുമില്ല. ആകെ ഒരു പായുണ്ട്, ഒരു കട്ടലുണ്ട്. കട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മരക്കട്ടില, മരം അടിച്ച കട്ടല, ഇപ്പോഴും അത് തന്നെ പ്രൈസലോ സ്തമാനം ചെയ്യുന്നു, ഉപയോഗിക്കുന്നു ഞങ്ങൾ. ആ കട്ടല് ഞങ്ങൾ ചാക്ക് വിരിച്ച് അതിന്റെ മേലിൽ ഒരു പായിട്ട് കിടന്നു. എന്നാൽ തണുപ്പ് വന്നപ്പോൾ പുതയ്ക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ചാക്ക് ഞങ്ങൾ തുന്നി, ഈ ചണച്ചാക്കുണ്ടല്ലോ, പഞ്ചസാര ചാക്ക്, അത് തുന്നി അതിന്റെ മേലിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സാരി തുന്നി ഗ്രാമക്കാര് അവർ കാണിച്ചു തന്നതുമായിട്ട് ഞങ്ങൾ അത് പുതച്ച് അങ്ങനെ കിടപ്പാൻ ഇടയായി. ആ സമയത്തെല്ലാം മോന് ഭയങ്കര തണുപ്പാണ്, ഇടാൻ സെറ്ററില്ല. ആ സമയങ്ങളിലെല്ലാം ഈ ചാക്കെല്ലാം പുതച്ച് ആ കർത്താവിന്റെ ആ സ്നേഹത്തെ കുറിച്ച് പാടി പ്രാർത്ഥിച്ചു സ്തുതിച്ചു കൊണ്ടിങ്ങനെ ഇരിപ്പാനിടയായി. അങ്ങനെ ഈ ദൈവത മക്കളായിരിക്കുന്ന ഈ സഹോദരിമാര് ഇതറിഞ്ഞ് ചെറിയ രീതിയിൽ, അവരുടെ സാമ്പത്തികമില്ല, അവർക്ക് ചെറിയ വരുമാനമുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞ ദാരിദ്ര്യ രേഖയാണ്. ഒരു കാലത്ത് നമ്മുടെ ബീഹാർ എന്ന് പറയുന്ന മിഷണർമാരുടെ ശവപ്പറമ്പെന്ന് പറയുന്നു. എന്നാൽ ഒരു കാലത്ത് ഏറ്റവും ഉന്നതമായി ഇന്ത്യയിൽ ഉയർന്നു നിന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാർ ആയിരുന്നു.
10,000 പേർക്ക് ഒരുമിച്ച് പഠിക്കുവാൻ അന്നത്തെ കാലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ബീഹാറിലായിരുന്നു നളന്ദ വിശ്വവിദ്യാലയം എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന രാജേന്ദ്ര പ്രസാദ് അത് ബീഹാറിയാണ്. ബുദ്ധന് ബോധോദയം ഉണ്ടായത് അല്ലെങ്കിൽ നേപ്പാളിൽ ജനിച്ചു വളർത്തപ്പെട്ട് ബീഹാറിൽ വന്ന് തനിക്ക് ബോധോദയം ഉണ്ടായി. ആ ബീഹാറിൽ അത് ആ മനുഷ്യൻ വന്നു. പ്രൈസലോ, ആ മനുഷ്യൻ ഇവിടെ അധികം പ്രവർത്തിപ്പാനിടയായി. വൈശാലിയിൽ താൻ താമസിക്കുവാനിടയായി. അവിടെ ആ വ്യക്തിയുടെ സ്റ്റാച്ചു ഉണ്ട്. അങ്ങനെ ബീഹാറിന്റെ പല സ്ഥലങ്ങളിലും കുശിനഗർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. എന്നാൽ ഇങ്ങനെ ഉന്നത ഇരുന്ന ഈ ബീഹാർ ഇപ്പോൾ ഏകദേശം ഇപ്പോഴും നമ്മുടെ കേരളത്തിന്റെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 35 വർഷത്തിൽ ഇപ്പോൾ പുറകിലാണ്. അന്ന് പ്രൈസലോ ശൈശവ വിവാഹം, പിടിച്ചുപറി, കൊള്ള, ഇങ്ങനെയുള്ള വലിയേറെ പേടിപ്പിക്കുന്ന നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അന്ന് കാണാൻ കഴിയും. എങ്കിലും അന്ന് വന്നതിന് ശേഷം ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ തന്നെ തണുപ്പിന്റെ സമയത്തൊന്നും ഞങ്ങൾ ഇടാനില്ലെങ്കിലും ഞങ്ങൾ വളരെയേറെ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ തണുപ്പിന്റെ സമയം കഴിയുമ്പോളം ഈ ചാക്ക് തന്നെ പുതച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഞങ്ങൾ പിന്നെ ഇവിടെ 2-3 സഹോദരന്മാരെ, ഹിന്ദിക്കാരായവരെ ഞങ്ങൾക്ക് കിട്ടുകയും അവരോട് സുവിശേഷം പറഞ്ഞു. എന്നാൽ ഈ സഹോദരന്മാർ ഇവിടെ ഉള്ളവരാണ്. ഞങ്ങൾ വരുന്നതിന് മുൻപ് വേറെ ദൈവമക്കൾ കൂടെ കേട്ട് സുവിശേഷ പ്രകാരം അവര് അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങളുമായി കൂട്ടുകൂട്ടി. പക്ഷെ ഈ സഹോദരന്മാരുമായിട്ട് ഞാൻ എന്നും ഗ്രാമങ്ങളിൽ കടന്നു പോകുമായിരുന്നു. ഓരോ ഗ്രാമങ്ങളിൽ ഞങ്ങൾ സുവിശേഷമായിട്ട് കടന്നു പോകും. എല്ലാ ഗ്രാമങ്ങളും ഏകദേശം ഒരു വർഷം തന്നെ 24 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഞങ്ങൾ പോയിട്ടുണ്ട് സുവിശേഷ വേലയ്ക്ക്. അങ്ങനെ എല്ലാ ഗ്രാമങ്ങളും ഏകദേശം 27 ഉണ്ട്, പിൻകോഡുണ്ട്, മോത്തിഹാരി. ഏകദേശം എല്ലാ ഗ്രാമങ്ങളിലും വില്ലേജുകളിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഓരോ ഗ്രാമങ്ങളിൽ കടന്നുപോയി ലഘുലേഖകൾ കൊടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് 2ാമത്തെ മകൻ ജനിപ്പാൻ ഇടയായി. ആ സമയം ഇവിടെ വെച്ചായിരുന്നു ആ മകന്റെ ജന്മം. എന്നാൽ ആ മകന്റെ ജന്മം ഒരു അത്ഭുതകരമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരുമില്ല. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ വൈഫിന് പെയിൻ ഉണ്ടാകുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പെട്ടെന്ന് തന്നെ പെയിൻ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അവൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു മകൻ മരിച്ചു, വയറ്റിൽ കിടന്ന് കുട്ടി മരിച്ചിരിക്കുക, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് അമ്മയെ രക്ഷിക്കുക, അല്ലായെങ്കിൽ അമ്മയും പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ കരയാൻ തക്കവണ്ണം ഇടയായി. കുട്ടിയെ മൂത്തവനെ കരങ്ങളിൽ എടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ, യേശുവിനെ വിശ്വസിക്കുന്നതല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങളെല്ലാവരും, ഞാൻ അപ്പോൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, പെട്ടെന്ന് അവൾക്ക് പോലും അറിയത്തില്ല, രാവിലെ ഹോസ്പിറ്റൽ കൊണ്ട് കിടത്തിട്ട് വൈകിട്ടായിട്ട് പെയിൻ ഇല്ലാതെ വന്നു. പെട്ടെന്ന് തന്നെ അവളുടെ വയറ്റിൽ ആരോ അടിക്കുന്നത് പോലെ വളരെ ശക്തമായിട്ട് തന്നെ പ്രൈസ്ലോ കുട്ടി മരിച്ചുപോയി എന്ന് ഡോക്ടർ എഴുതിയ സ്ഥാനത്ത് ആ കുട്ടി ജീവനോടെ ആയിരിക്കാൻ സ്വർഗം ഇടയാക്കി. ഡെലിവറി നടന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ മകനാണ് ഇന്ന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പൂനെയിൽ ആയിരിക്കുന്നത്. അവന് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടത്ര നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ സിറ്റുവേഷനും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല ഓർത്താൻ അത് അന്നത്തെ കാലത്ത് പറ്റാതെ വന്നു. എങ്കിലും ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധി പ്രകാരം ദൈവം അവരെ മാനിപ്പാനിടയായി. മൂന്നാമത്തെ മകളാണ്. മകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവളുടെ ജനനത്തിൽ തന്നെ അവൾക്ക് നോട്ടീസ് മഞ്ഞപ്പിത്തം പിടിക്കുവാനിടയായി. മഞ്ഞപ്പിത്തം അവൾക്ക് ഏറ്റവും കൂടി എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം മഞ്ഞപ്പിത്തമായി. അവൾക്ക് യൂറിയൻ പോകുന്നില്ല, അവളുടെ കിഡ്നി ഫങ്ഷൻ നടക്കുന്നില്ല, എല്ലാം
അങ്ങ് ഡൗൺ ആയി. അത് വളരെയേറെ ബുദ്ധിമുട്ടി. ഡോക്ടർ പറഞ്ഞു, പാസ്റ്ററെ ഈ കുട്ടി രക്ഷപ്പെടത്തില്ല, അവൾ മരിച്ചു പോകത്തു. അന്ന് ഞാൻ 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ വൈഫ് 21 ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നടക്കുന്നത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ ബീഹാറിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ തലമുറയില്ലാത്തവരായി ഞങ്ങൾ അയക്കരുത്, ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം എന്നോട് പറഞ്ഞു, കുറച്ച് വെള്ളം, അവളുടെ മഞ്ഞപ്പിത്തം കൂടി ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി. ഡോക്ടർ പറഞ്ഞു, ഇല്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല, മരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ സമയങ്ങളിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി, കഴിക്കാനില്ല, കുടിക്കാനില്ല, എന്ന് താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നതും അതുപോലെ. വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ ഏകദേശം ഒത്തിരി ദൂരം നടന്നു പോകണം വെള്ളം എടുക്കണമെങ്കിൽ തന്നെ. അപ്പൊ പട്ടിണി ഒരു വശം, അതുപോലെ തന്നെ കഴിക്കാനില്ല, നമുക്ക് വേണ്ട വണ്ണം ആരോഗ്യക്ഷയം നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു പാർലേജ് പോലും മേടിച്ചു കൊടുക്കാൻ തക്കവണ്ണം പൈസ ഇല്ലാതെ വളരെയേറെ കഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഇത്തിരി പ്രാർത്ഥിച്ച് നീ വെള്ളം കൊടുക്ക്. ഞാൻ ഒരു ടീസ്പൂണിൽ കുറച്ച് വെള്ളം കൊടുത്തു, പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ ഈ മഞ്ഞപ്പിത്തം മൊത്തം ഛർദ്ദിച്ചു പോകാനിടയായി. അവളുടെ ശരീരത്തിൽ നിന്ന് മൊത്തം അതുവരെ വളരെ ചേർത്ത് വളരെ മഞ്ഞച്ച്, അവളെ എടുക്കുമ്പോൾ കൈ വരെ മഞ്ഞയ്ക്ക് മാറും. പെട്ടെന്ന് തന്നെ അതെല്ലാം പൂർണ്ണമായി സ്വർഗത്തിലെ ദൈവം മാറ്റി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം രണ്ടാമത്തെ മോൻ എന്നോട് പറഞ്ഞു, പപ്പേ, എനിക്ക് മീൻ തിന്നാൻ വളരെ കൊതിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ പപ്പ മേടിച്ചിട്ട. എനിക്ക് 2 കാര്യം, കടം വാങ്ങിക്കാൻ വളരെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അടുത്തുള്ള കുട്ടിയുടെ ഈ കാര്യം കേട്ടപ്പോൾ ഞാൻ അടുത്തൊരു കടയിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രൈസിലോ 5 രൂപ കടം തരാം, പ്രൈസലോ. അപ്പോ പുള്ളി ചോദിച്ചു, എന്തിന് ഈ 5 രൂപയായിട്ട് പാൽസാവേ? ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിന്. അപ്പൊ പുള്ളി എനിക്ക് 5 രൂപ ചോദിച്ചപ്പോ 50 രൂപ എടുത്തോ. അതിൽ നിന്നും കുറച്ച് മത്സ്യം വാങ്ങിച്ച് ഞാൻ അവൻ സന്തോഷത്തോടുകൂടെ അവന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അവൻ ആർത്തിയോടെ പച്ചമീൻ എടുത്ത് കഴിപ്പാനിടയായി. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ മക്കൾക്ക് ഒന്നിനും ആർത്തി കൊടുത്തേക്കരുത്, ഒന്നിനും അവർക്ക് ആർത്തി ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെയും എന്റെ മക്കൾക്ക് ഒന്നിനും ആർത്തി ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തു കൊടുത്താലും അതുകൊണ്ട് അവർ തൃപ്തിയാകുന്ന ഒരു അനുഭവം എന്റെ കുട്ടികൾക്ക് സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതം മാറ്റിമറിച്ചത് കൊണ്ട് എനിക്ക് വേറെ ഭക്ഷണത്തിൽ അവർക്ക് ഇനിയിപ്പോ അവലും മാത്രമേ ഉള്ളൂ, ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇനി ഉച്ചയ്ക്ക് ചോറിന് ഒരു കറിയേ ഉള്ളൂ, ഒരു ചോദ്യമില്ല. അത് കൊടുക്കുമ്പോൾ അവർ സ്തോത്രം ചെയ്ത് കഴിക്കും. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടിയ സമയത്തെല്ലാം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഗ്രാമങ്ങളിൽ കടന്നു പോകും. ഗ്രാമങ്ങളിൽ കടന്നു പോയിട്ട് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് അനേക ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ ആളുകൾ കടന്നു വരാൻ തുടങ്ങി, ഓരോരുത്തർ കൂടാൻ തുടങ്ങി. അനേകർ ഇങ്ങനെ കൂടി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എല്ലാം ദൈവം ഇടയാക്കി. അങ്ങനെ അടുത്തുള്ള ദേശമായിരിക്കുന്ന നേപ്പാൾ ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന്. എന്നാൽ അവിടെയും ഞങ്ങൾ കടന്നു പോകുവാനും ഞങ്ങൾ ആവോളം സുവിശേഷ വേല ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അവിടെ പോകാനും അനേക സഭകളെ ഞങ്ങൾക്ക് പോയി സുവിശേഷം അറിയിക്കുവാൻ, അവരുടെ കൂടെ സഹകരിക്കുവാൻ, അവർക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ വചനത്തിന്റെ സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കി. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവത്തോട്. ദൈവം വലിയ അത്ഭുതങ്ങൾ ഞങ്ങളിൽ കൂടെ, രോഗികൾക്ക് സൗഖ്യം. ഒരിക്കൽ ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി സഭയിലേക്ക് കടന്നു വന്നു. സഭയിലേക്ക് കടന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മൂത്ത ചേട്ടത്തി വിവാഹം കഴിച്ചതിന് ശേഷം 10 വർഷമായി മക്കളില്ലാതിരുന്നു. ഞങ്ങൾ സഭയായി ഈ കുഞ്ഞുകുട്ടി ചെന്നിട്ട് പറഞ്ഞു, പെൺകുട്ടി, നീ ഞങ്ങൾ വിളിക്കുന്ന യേശുവിനെ വിളിച്ചാൽ നിനക്ക് മക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ആ സഹോദരി കടന്നു വന്നു. സഭയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടിയുടെ ജീവിതത്തിൽ ദൈവം ഒരു ആൺകുട്ടിയെ കൊടുക്കാനിടയായി. ആ ആൺകുട്ടിക്ക് ഏകദേശം 1 മാസം 4 മാസം പ്രായമായപ്പോൾ, 1 വർഷം 4 മാസം പ്രായമായപ്പോൾ ആ കുട്ടി മരിക്കുവാനിടയായി.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ച് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ദാനിയേൽ മരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നി. അവർക്ക് ഒത്തിരി നാള് പ്രായമായി കിട്ടിയതാണല്ലോ, വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടിയതാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സഭയിൽ വരുന്നവരെല്ലാം പാവപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്തവര്, അവര് റിക്ഷ ചവിട്ടുന്നവരും ചെരുപ്പ് കുത്തികളും ഇങ്ങനെയുള്ള സുവിശേഷ അറിയിച്ചു കടന്നു വന്നവരാണ്. അതിലൊരു സഹോദരിക്ക് എഴുത്തും വായനയും ശരിയായ വണ്ണം അറിയത്തേ ഇല്ല. അവരൊരു വസ്ത്രം എന്ന് പറയുന്നത് മാറി ഉടുക്കുവാൻ ആ സമയങ്ങളിൽ അവരുടെ കരങ്ങളിലില്ല. ഭക്ഷണം അതുപോലെ വയറിറച്ച് കഴിപ്പാനില്ല. എന്നാൽ ഈ സഹോദരി ഈ മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഈ കുട്ടി ഈയുടെ അമ്മയോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നു? അപ്പൊ പറഞ്ഞു, ഈ സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടി മരിച്ചു, അതുകൊണ്ട്. അപ്പോൾ ഈ സഹോദരിക്ക് എഴുത്തും വായനും അറിയത്തില്ല. ആ സഹോദരി ചോദിച്ചൊരു ചോദ്യം, നീ എന്തിനാ ചർച്ചിൽ പോകും? യേശു ചെയ്ത അത്ഭുതങ്ങൾ നീ കേട്ടിട്ടില്ലേ? ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പാസ്റ്റർ പ്രസംഗിച്ച് നീ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ലാസറിന്റെ കാര്യത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഈ സഹോദരി എല്ലാം ശ്രദ്ധിച്ചിരിക്കും. എഴുത്തു വായന അറിയാത്തതുകൊണ്ട് കേട്ടത് അതുപോലെ വിശ്വസിക്കും. ആ സഹോദരി പറഞ്ഞു, ലാസർ മരിച്ചു 4 ദിവസമായി. ആ 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ ശവക്കല്ലറയിലേക്ക് യേശു വന്നതിന് ശേഷം യേശു ലാസറിനെ ഉയർപ്പിച്ച ചരിത്രം നിന്നോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ച് നീ കേട്ടിട്ടില്ലേ? ആ യേശു നിന്റെ കുഞ്ഞിനെ ഉയർപ്പിക്കും. 4 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ ദേവദാസനെ, ഞങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ആ കുട്ടി മരിച്ചു കിടക്ക. എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ മാത്രയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. കുട്ടി ചാടി എഴുന്നേൽപ്പാനിടയായി. ആ സഹോദരിയുടെ വിശ്വാസത്തിന്റെ വാക്ക് ദൈവം കേട്ട് എന്നിൽ കൂടെ പ്രവർത്തിപ്പാൻ തക്കോണം. അങ്ങനെ അനേക അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഭ്രാന്തന്മാരായിരിക്കുന്നവര്, മാറാ രോഗികളായിരിക്കുന്നവര്, ഇങ്ങനെയുള്ള അനേകര് ദൈവം സൗഖ്യമാക്കുവാനിടയായി. എന്നാൽ എൻ്റെ 2ാമത്തെ മോനെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുവാനായിട്ട് ഞാൻ വിട്ടു. പക്ഷേ സാമ്പത്തികം കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവന്റെ പഠനം ഞാൻ നിർത്തിവെപ്പാനിടയായി. അവൻ ഇപ്പോൾ എന്നാലും അവന്റെ ആഗ്രഹപ്രകാരം അവൻ പഠിച്ചു. ബൈബിൾ കോളേജ് പഠിച്ചിട്ട് BBA പഠിച്ചു. കർത്താവിന്റെ വേലയിലോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ഈ സമയത്ത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ സുവിശേഷ വിരോധികളാൽ ഞങ്ങൾക്ക് ആക്രമണം ഉണ്ടായി പലതവണ. ഒരു ദിവസം രാത്രി ഞാൻ അന്ന് രാവിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് ഇവിടുത്തെ ബജറംഗ് ദളിന്റെ ലീഡർ, എനിക്കറിയത്തില്ല, എൻ്റെ കൂടെ ഹിന്ദിക്കാരായിരുന്നു 2 പേരുണ്ടായിരുന്നു. ഈ മനുഷ്യൻ സൈക്കിളേ വരികയായിരുന്നു. അപ്പൊ എന്നോട് ഹിന്ദി ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാ, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സുവിശേഷം പറയുക. അപ്പോ പറഞ്ഞു, നിങ്ങൾ പുറത്തുള്ളവരല്ലേ? ഞാൻ പറഞ്ഞു, പുറത്തുള്ളതല്ല, ഞാനിവിടെ അടുത്താ താമസിക്കുന്നു. അന്ന് ശരിയായ ഹിന്ദി അറിയത്തില്ല. ആ മനുഷ്യൻ വളരെ ചൂടായി. ആ സമയത്ത് എനിക്കും സ്വല്പം ഈ ഇവിടുന്ന് ചെന്ന് കേരളത്തിൽ നിന്ന് വന്ന ആ സമയത്തുള്ള ചൂടുകൊണ്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു, സൈക്കിളിൽ താഴെ ഇറങ്ങാൻ. അങ്ങനെ ആ മനുഷ്യൻ അന്ന് പോയി. പക്ഷെ അന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഒറ്റ തള്ളിയാൽ മതി, കതക് തുറക്കും, അതുപോലെയുള്ള വീടുകൾ. പക്ഷെ അന്ന് രാത്രി ഇവര് വീട് വളഞ്ഞു. രാത്രി ഞങ്ങൾ 1 മണി ആകുമ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ശബ്ദം ഇങ്ങനെ നടന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത് എന്താണെന്ന്. ഇങ്ങനെ വരാന്തിയക്കൂടെ ആൾക്കാർ പോകുന്നു വരുന്നു, ചുക്കുന്നു, എന്താ ഇവര് പറയുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ പതുക്കിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല, എന്ത് ആകുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ദൈവം കാത്തുകൊള്ളണം. ഞങ്ങൾ അങ്ങയുടെ നാമം ധരിച്ച് ഇവിടെ വന്നത്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അങ്ങയുടെ മഹത്വത്തിനായി തീരണം. അങ്ങനെ ആ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുടുംബമുണ്ട്. പ്രൈസലോ. ആ അച്ചായൻ ഇവിടുത്തെ വലിയൊരു RSSന്റെ ലീഡറാണ്. അവരുടെ കുടുംബമുണ്ട്. പക്ഷേ അച്ചായന് 6-7 ആൺമക്കളുണ്ട്, ഏകദേശം 8 ആൺമക്കളുണ്ട്. അച്ചായൻ രാത്രി ശബ്ദം കേട്ടു. ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അച്ചായൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുക? ഞങ്ങൾ താമസിക്കും തൊട്ട് പുറകിലാണ് അച്ചായന്റെ വീട്. അതിന്റെ മധ്യ ഒരു റോഡുണ്ട്. റോഡിന്റെ അപ്പുറത്ത് ഞങ്ങൾ ഇപ്പോൾ. അപ്പൊ പറഞ്ഞു, ഇവിടെ
ഈ കേരളത്തിൽ നിന്ന് ഒരു കുടുംബം വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി അവരെ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക. അച്ചായൻ പറഞ്ഞു, നിങ്ങൾ അവര് ആ കുടുംബത്തില് അവരെ തൊട്ട നിങ്ങളൊരു ഒറ്റ എണ്ണം ഇവിടുന്ന് പോകത്തില്ല. ഇപ്പോഴും ഇവിടെ തോക്കുകൾ കൊണ്ടു നടക്കുന്ന സമ്പ്രദായമുണ്ട്. പ്രൈസലോ. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ തോക്കുകളുണ്ട്. അന്ന് അവർക്കാണ് ഇവിടെ ബസ് ഉണ്ടായിരുന്നത്. അപ്പോ അച്ചായൻ പറഞ്ഞു, ആൺമക്കളോട് പറഞ്ഞു, അവിടെ തോക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അത് കേട്ടിട്ട് വന്നവരെല്ലാം മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി. അച്ചാൻ പറഞ്ഞു, ഞാൻ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം നിങ്ങളൊരു ഒറ്റ എണ്ണം ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ് അവരെ ഓടിച്ചു വിടുവാൻ തക്കവണ്ണം സ്വർഗത്തലതയും ഇടയാക്കി. പ്രഭാതത്തിൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴാണ് പറയുന്നത്, എന്നെ മോനെ എന്ന് വിളിക്കുന്നത്. മോനെ, ഇന്നലെ രാത്രി കുറച്ചു പേര്, ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ. പ്രൈസലോ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യരിൽ കൂടെ ഇടപെട്ട് ഞങ്ങളെ രക്ഷിപ്പാൻ തക്കോണം ഇടയായി. ആമേൻ. ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നുപോയി. എന്നാൽ ആ ഗ്രാമത്തെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമക്കാരും ഞങ്ങളെ വളഞ്ഞു. പക്ഷേ ആ ഗ്രാമത്തിൽ വളയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ തല്ലേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരാൾ അറിഞ്ഞിട്ട് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴിക്ക് പോകരുത്, നിങ്ങൾ വേറെ വഴിയായി മടങ്ങി പോകണം, കാരണം നിങ്ങൾ ഇപ്പൊ തല്ലാനായിട്ട് പതിയിരിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ വേറെ വഴി കടന്നു പോകാൻ തക്കവണ്ണം ഇടയും. അങ്ങനെ മരണങ്ങൾ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കവർന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിട്ടുകൊടുത്തില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടവണ്ണം ഭക്ഷണം കൊടുക്കാതെ വണ്ണം അവർ ആകെ വളരെയേറെ മെലിഞ്ഞു, ക്ഷീണിച്ചു. പലപ്പോഴും വന്നതിന് ശേഷം 5 വർഷത്തിൽ കൂടുമ്പോൾ നാട്ടിലൊന്ന് പോകുന്നത്, അത് തന്നെ ചെല്ലുമ്പോഴേ ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാ അവിടെ കിടക്കുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് നല്ല രീതി ജീവിക്കാലോ, അവിടെ നിങ്ങൾക്ക് കഴിക്കാനില്ല, കുടിക്കാനില്ല, നിങ്ങളുടെ ശരീരം കണ്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇല്ല, കർത്താവ് ഞങ്ങൾ അയച്ചത് ബീഹാറിലാണെങ്കിൽ മരിക്കുന്നുവെങ്കിൽ ഇവിടെ, ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ. എന്നാൽ ഇന്ന് ഈ സമയം ഇവിടെ കടന്നു വന്ന് ഇത്രയും കാലം, ഈ 34 വർഷക്കാലത്തോളം ഈ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുവാൻ, അനേകർ ക്രിസ്തുവിൽ കൊണ്ടുവരുവാൻ, അനേകർ കർത്താവിന്റെ നാമത്തിൽ നിലനിർത്തുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ ഈ എളിയവനായ ഞങ്ങളെ കർത്താവ് ഉപയോഗിച്ചു. ഇനിയും അനേക ഗ്രാമങ്ങൾ കടന്നു പോകണം. പ്രൈസലോ. ഈ നേപ്പാളിലും അതുപോലെ തന്നെ കടന്നു പോകുന്നുണ്ട്. അവിടെയും അനേകർ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇടയാക്കി. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ദൈവം അത്ഭുതകരമായി ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ എൻ്റെ പിതാവും മാറ്റപ്പെട്ടു. എൻ്റെ വൈഫിന് മാതാവും പിതാവും അവരുടെ കുടുംബത്തിൽ വേറെ, പക്ഷെ ഇവരുടെ ഒന്നും ഡെഡ് ബോഡി മാത്രമേ പോയി കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പനമ്മയ്ക്ക് ഒരു മോളുണ്ടായേ ഉള്ളൂ. ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന അവരുടെ ഡെഡ് ബോഡി ആയിരുന്നു. കാരണം ആ സമയങ്ങളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും അവരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേല് അവരുടെ കുടുംബത്തിലുള്ളവർ എല്ലാവരും കാത്തലിക്സ് ആണ്, ആരും സഹകരിക്കത്തില്ല. എന്നാൽ അവർ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് അവരുടെ ഡെഡ് ബോഡി മാത്രമേ പോയി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കർത്താവിന് വേണ്ടി പ്രദേശങ്ങളിൽ നിൽപ്പാൻ ഇതുവരെയും ദൈവം സഹായിച്ചു. ഇനിയും കർത്താവിന് വേണ്ടി ഒത്തിരി ഓടാൻ ആഗ്രഹമുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ദൈവവേലയ്ക്കായിട്ട് ഞങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് കൂടെയില്ലെങ്കിൽ ചില ദൈവദാസന്മാർ ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ആദ്യം ഞാൻ വന്ന ഒരു ഓർഗനൈസേഷനോട് കൂടിയാണ്. പിന്നീട് അതിൽ നിന്നും ഏകദേശം 12 വർഷക്കാലം കർത്താവിന്റെ വേല ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മാറി ഇപ്പോൾ കർത്താവിന്റെ വേല ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം, തരുന്ന ആലോചനയ്ക്കൊത്തവണ്ണം കർത്താവിന്റെ വേല ചെയ്ത് ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയും സമയം അനുവദിച്ചെന്ന അഭിഷക്ത കർത്തദാസൻ ഇതിന് വഴിയൊരുക്കിയ ദൈവദാസൻ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് പ്രിയ കർത്താവിൻ്റെ ദാസനിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബീഹാറിലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു ദീർഘവർഷങ്ങൾ. കർത്താവാണ് അവർക്ക് തുണയായിട്ട് നിൽക്കുന്നത്.
നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും കർത്താവ് നമുക്ക് തുണയല്ലേ. അതൊരു വലിയൊരു കാര്യമാണ്. അതോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരിക്കലും ഒരു സഭ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വേല ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേല ചെയ്യുന്നത് ദേവദാസനാണ്. അപ്പം ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ഒരു സഹോദരൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു സ്തോത്രകാഴ്ചയൊക്കെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേല ചെയ്യുന്ന ഏത് ദൈവദാസന്മാരുണ്ടെങ്കിലും ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലും പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ല പങ്കും മിഷൻ ഫീൽഡിൽ പോകുന്നുള്ളത് ഉറപ്പാണ് പാസ്റ്ററെ. കാരണം പാസ്റ്ററെ നമുക്കറിയാമല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേല ചെയ്യുമ്പോൾ ചർച്ചിലെ പായ ഇടുന്നത് മുതൽ മൈക്ക് കിട്ടുന്നിടം വരെ നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ കൂടെ ഒത്തിരി വിശ്വാസികൾ കാണും, പക്ഷേ മുഴുവൻ ടെൻഷനും നമുക്കല്ലേ. അവസാനത്തെ ഒരു മീറ്റിംഗ് വെച്ചാൽ അവസാനത്തെ പൈസ കൊടുത്ത് തീരുന്നിടം വരെ പാസ്റ്റർക്ക് പോകാനൊക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നത്. പാസ്റ്റർ ഇടയ്ക്ക് എന്താ പറയാൻ വന്നല്ലോ? ഇല്ല, അത് കറക്റ്റാന്ന് പറയാണ് പാസ്റ്റർ പറഞ്ഞ് ശരിയാണ്. അതെ, ദൈവമാണ് നമുക്ക് തുണ. ദൈവം നമ്മളെ നടത്തും. രണ്ട് ഭാഗത്തും അതിൻ്റെതാകുന്ന പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും അതിൻ്റെ മൈനസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, കർത്താവ് നമ്മളെ നടത്തുന്നു, അതോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററെ വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം കേട്ടോ. വിട്ടുപോയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം. അതായത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഗോഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യനിൽ ആശ്രയമില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പം ദൈവം പ്രൊവൈഡ് ചെയ്ത ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലോ. നമ്മുടെ പ്രേക്ഷകരുടെ വിശ്വാസവർദ്ധനയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം. ദൈവം കരുതിയ അത്ഭുതകരമാകുന്ന വിടുതലുകൾ ദൈവം ചെയ്ത അല്ലേ? ഉണ്ട് പറയാം. ഈ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ കർത്താവിന്റെ മുൻപാകെ മുട്ടുമടക്കി. കുട്ടികളുടെ പഠിപ്പിനായിട്ടാണെങ്കിലും ഫീസ് കൊടുക്കാനാണെങ്കിലും ഒന്നിനും ആരോട് ചോദിക്കാനില്ല. ഒന്ന് പരിചയമുള്ളവരായിട്ട് ആരുമില്ല. കാരണം കേരളം വിട്ടതിന് ശേഷം എനിക്ക് കേരളത്തിലുള്ള ദൈവദാസന്മാരോ മറ്റുള്ളവരായിട്ട് എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ ദുബൈ പോകാൻ ഒരു ചാൻസ് കിട്ടി. അപ്പൊ അവര് ചോദിക്കുക ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഇൻഡിപെൻഡുകാർക്ക് എന്തില്ല അവിടെ മീറ്റിംഗ് കുറവ്. അപ്പൊ എന്നോട് ചോദിക്കും എങ്ങനെയാ കാര്യങ്ങൾ. ഞാൻ പറയും ബൈ ഫെയ്ത്ത്. എൻ്റെ വിഷയം ഞാനും എൻ്റെ വൈഫും കൂടി മുട്ടേരിക്കും. ഒരു പ്രാവശ്യം എൻ്റെ മോൾക്ക് ഒരു 50,000 രൂപ കൊടുക്കേണ്ട ആവശ്യം. ഈ കഴിഞ്ഞിടെ 50,000 രൂപ അവൾക്ക് കൊടുക്കണം. ആരോട് ചോദിക്കും? കർത്താവിന്റെ മുമ്പാകെ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ അപ്പനല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ അവർ കാത്തലിക്സ് ആണ്. പുള്ളി അരുണാചൽ പ്രദേശത്തിലെ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് ഡയറക്ടർ. പുള്ളി ഒരു കാത്തലിക്സിനാണെങ്കിൽ നല്ലൊരു സ്നേഹമുണ്ട്. അപ്പൊ ഇവളുടെ ആങ്ങളാന്ന് പറഞ്ഞാൽ പപ്പയുടെ പപ്പയ്ക്ക് അവര് സഹോദരന്മാര് 4 സഹോദരിമാര്. അപ്പൊ ഇളയ സഹോദരന്റെ മകനാണ്. അവനിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്നത് പിള്ളേരെ, എന്താ കാര്യം? ഇല്ല, പിള്ളേരൊക്കെ നല്ലവണ്ണം പഠിക്കുന്നു. അപ്പൊ മോളെന്ത് ചെയ്യുന്നു? അവൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് ഫീസ് കുറച്ച് കൊടുക്കും. അപ്പൊ ഞങ്ങൾക്ക് ആകെ വേണ്ടത് 30,000 രൂപ. പക്ഷേ പറഞ്ഞു അന്ന് അവളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ വിചാരിച്ചില്ല അത്ര ഇടുന്നു. പക്ഷേ ഒരു 50,000 രൂപ ആ സഹോദരൻ ഇടാൻ തക്കവണ്ണം ഇടയും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലെല്ലാം ദൈവം നടത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ ഏലിയാവിന് എങ്ങനെ കാക്ക അപ്പം കൊടുത്തു, അത് ഞങ്ങളുടെ മക്കൾക്കും അനുഭവം ഉള്ളതുകൊണ്ട് അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് കഷ്ടതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ അനുഭവം അത് അവർക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യകത മനുഷ്യനുണ്ടല്ലോ, ആരോട് ചോദിക്കാന്ന് പറയുന്നത് നമ്മുടെ ദൈവമക്കളായിരുന്നാൽ വിശേഷിച്ച് പാസ്റ്റർമാർക്ക് അത് വലിയൊരു കുറവാണ്.
പക്ഷേ ഞങ്ങൾ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസി പറഞ്ഞു, പാസ്റ്ററെ, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു പാസ്റ്ററിനൊന്നും എന്തോ തരണമെന്ന്. ഞാൻ ഇങ്ങനെ സൂമിൽ ചില സമയങ്ങളിൽ മീറ്റിങ്ങിലൊക്കെ മെസ്സേജ് കൊടുക്കും. ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ ഒരു 15,000 രൂപ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ദൈവം ഓരോ അത്ഭുതങ്ങള് എൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഈ വർഷങ്ങൾ ദൈവം നടത്തുന്ന വിധങ്ങൾ എന്ന് വെച്ച് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ഞങ്ങൾ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് വളരെ വിശന്നും ദാഹിച്ചും, കർത്താവേ ഞങ്ങൾക്ക് ഭക്ഷണം, ഞാൻ പാസ്റ്ററെ എല്ലാവരും ഉപവസിക്കാറുണ്ട് പല വിഷയത്തിനും, പക്ഷെ ഞാൻ ഒരു വയറ് നിറച്ച് കോഴിയിറച്ചി ഞാൻ 3 ദിവസം ഉപവസിക്കും. 3 ദിവസം കോഴിയിറച്ചി തിന്നാൻ വേണ്ടി മാത്രം, ഇറച്ചി തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് 3 ദിവസം ഉപവസിച്ചു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ 3 മാസം ഇരുത്തി കോഴിയിറച്ചി തിരിച്ചു. അത് വലിയൊരു അത്ഭുതമാണ്. ഞാൻ എല്ലാവരും ഉപവസിക്കും പല വിഷയത്തിനും വേണ്ടി. എൻ്റെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇറച്ചി ദിനം കുതിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോ എന്തുണ്ടായെന്നറിയാമോ? നേപ്പാളിൽ ഒരു കുടുംബം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ മിഷണറിമാർ വന്നു. അവര് അവിടെ വിസിറ്റ് ചെയ്യുന്ന മിഷണറിമാർ, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ബേബി ഇവരൊന്നും ചെയ്യത്തില്ല, ഒരു സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല, പക്ഷെ അവർ ഭക്ഷണത്തിനുള്ള പൈസ തരും, നീ അവിടെ 3 മാസം നിർത്താമോ? പക്ഷെ ആ ഉപവാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നും കോഴിയിറച്ചി വേണം. പക്ഷെ ഞാൻ തിന്ന് അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇനി ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് വേണ്ടി 3 മാസം അവർക്ക് 3 നേരം കഴിക്കണം. അങ്ങനെ ദൈവം അത്ഭുതകരമായി, എന്നാൽ ദൈവദാസനെ ദൈവം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇവിടെ വാടകയില്ലാതെ സ്വന്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വഴിയൊരുക്കി. ഞങ്ങൾ സ്വന്തമായ ബിൽഡിങ്ങിൽ ഇരുന്ന്, എന്നാൽ ഇതിന്റെ പൂർത്തീകരണം മൊത്തമായിട്ട് തീർന്നിട്ടില്ല. എങ്കിലും എനിക്ക് വാടക കൊടുക്കാതെ ദൈവത്തെ ആരാധിക്കാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ സുവിശേഷ വിരോധികള് ദൈവദാസന്മാരുടെ ആരാധനകളെല്ലാം ബന്ധ ചെയ്തു. ബീഹാർ, യുപിയിലുണ്ടെന്ന ബീഹാറിലെ അനേക ദൈവദാസന്മാരുടെ, പക്ഷേ ദൈവം സഹായിച്ച് ഇവിടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരു ഇടം ഒരുക്കി തന്നു എന്നുള്ളതും മറന്നു പോകാതെ പറയേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. എന്നാൽ മക്കള് പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ മക്കൾ പപ്പ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചോളൂ, പപ്പ ഭാരപ്പെടുത്തും. മോളും അത് തന്നെ പറയുന്നു, പപ്പ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഇതുവരെയും ഞങ്ങൾ അനേക കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് അനേകരെ കർത്താവിന് വേണ്ടി നേടാൻ, ഇവിടെ സുവിശേഷം യേശു ആരെന്ന് പോലും പറയാൻ അറിയാത്ത ജനത്തെ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് അവരെ ക്രിസ്തുവിൽ പഠിപ്പിക്കാൻ, ഞങ്ങൾ താമസിക്കുന്നിടത്ത് ക്രിസ്ത്യാനികളില്ല. ഞാൻ ഇപ്പൊ താമസിക്കുന്നിടത്ത് തന്നെ മലയാളികൾ പോലും ഇല്ല. നമ്മുടെ സഭയിൽ ആകെ ഒരു വ്യക്തി ആരാധനയ്ക്ക് വരുന്നു മലയാളിയായിട്ട്. ബാക്കിയെല്ലാം ഇവിടെയുള്ള ഹിന്ദിക്കാരാണ് നമ്മളോട് കൂടെ സഹകരിക്കുന്നത്. നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഇവിടുത്തെ ലോക്കൽ ആളുകളാണ്. എന്നാൽ ഇതുവരെയും ദൈവം അത്ഭുതകരമായിട്ട്, വരുന്നവർ പാവപ്പെട്ടവരാണ്, അവരുടെ ഇന്ന് ഞാൻ ദശാംശം വാങ്ങിക്കാറില്ല, സ്വത്രാഴ്ചക്ക് പാത്രം വയ്ക്കും, പഠിപ്പിക്കും. അവരിടുന്നത് 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, അതിൽ കൂടുതൽ ചുരുക്കമാണ് 50 രൂപ ഇടുന്നത്. എങ്കിലും അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഒരു ആത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വലുത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ മക്കളോട് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ആത്മാവിന് നേടിയ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം മാത്രം ഇച്ഛിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരിക്കുന്നു. ഇത്രയും സമയം തന്ന ദേവദാസന് പിന്നെയും നന്ദി അറിയിക്കുന്നു. പാസ്റ്ററെ, ചിക്കൻ കൂട്ടാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. നമ്മളെ പണ്ട് TD ബാബു പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു 10 കിലോ ചിക്കൻ ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിലെ ആ വൈരുദ്ധ്യം അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് പാസ്റ്ററുടെ കറണ്ട് പോയി. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം.
പാസ്റ്റർ റീകണക്ട് ചെയ്തോളൂ. പാസ്റ്ററെ കറണ്ട് പോയി അല്ലേ? ഓക്കെ, സാരമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു ഭാഗം പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പറ്റിയല്ലോ. ദൈവത്തിന് സ്തോത്രം. കേൾക്കാമല്ലോ പാസ്റ്ററെ? കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. ശരി ശരി, ഓക്കെ. ഞാനേ പറയരുത് പാസ്റ്റർ, TD ബാബു പാസ്റ്റർ പറഞ്ഞു 10 കിലോ ചിക്കൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥനയുണ്ട്, ലോർഡ്സ് പ്രേയർ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പാസ്റ്റർ പറഞ്ഞത് മനസ്സിലാകത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ദൈവമക്കൾ, ഞങ്ങൾക്ക് ഒരു മിഷൻ ഫീൽഡുണ്ട് പാസ്റ്ററെ. അവിടെ നിന്നുള്ള ഞങ്ങളുടെ ദൈവദാസൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ബോംബെ വന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളിങ്ങനെ ചിക്കൻ കറിയൊക്കെ വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ ഗാവിൽ ഞങ്ങൾ ചിക്കൻ വെക്കുന്നത് ഇങ്ങനൊന്നുമല്ല കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഇറച്ചിക്കൂട്ടെന്നൊക്കെ പറയത്തില്ലേ, ഗരം മസാലയൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഗാവിൽ ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്നത് ഉപ്പും ഇച്ചിരി മുളകും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചങ്ങ് കഴിക്കുക പാസ്റ്ററെ. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ചിക്കൻ കറി കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ മഹാരാഷ്ട്രയിലെ ഒരു കുഗ്രാമമാണ് കേട്ടോ. പ്രത്യേകിച്ചും എന്താ പറഞ്ഞത്, വളരെ ഇന്നും ജീവിതത്തിൽ ഉയർന്നു വരാൻ കഴിയാത്ത ഒരു സമൂഹം ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കേരളത്തിലിരുന്നുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഇത് പാസ്റ്ററെ ചിക്കൻ കറി കഴിക്കാൻ ഉപസിക്കണമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ജീവിതാനുഭവങ്ങൾ വ്യത്യസ്തമാണല്ലോ. ഞാൻ ഈ സെഷൻ്റെ ആരംഭത്തിൽ തന്നെ ചോദിക്കാൻ ആഗ്രഹിച്ചതാണ്, പാസ്റ്റർ വീട് സ്വന്തമാണോ? കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കാണിച്ചേക്കുന്നത് പാസ്റ്റർ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ആദ്യമേ പാസ്റ്ററുടെ ആ ഒരു വീട് ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി പാസ്റ്ററൊക്കെ വളരെ ഒരു ആരംഭകാല സ്റ്റേജിലുള്ളൊരു പാസ്റ്ററെ പോലെയാണല്ലോ എന്നെനിക്ക് തോന്നി. ഞാനത് നിങ്ങളെ ഒന്ന് ഡിസ്പ്ലേ കാണിക്കാം. ഞാൻ കട്ട് ചെയ്യാത്ത ഭാഗം നിങ്ങളെ കാണിക്കാം. ഇതാണ് പാസ്റ്റർ ഇരിക്കുന്ന വീട്. ഇവർക്ക് സപ്പോർട്ട് ദൈവം മാത്രമാണ്. അത് നമ്മളെപ്പോലുള്ളവർ മറന്നുപോകില്ല. ഞാൻ പിന്നെ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പാസ്റ്റർ ജീവിതാനുഭവത്തിൽ പാസ്റ്റർ പറഞ്ഞു നിർത്തിയതാണ്. പക്ഷേ ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് ഞാൻ പാസ്റ്ററെ കൊണ്ട് ചിലത് പറയിപ്പിച്ചത്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാം. വിറ്റ്നസ് നമുക്കറിയാം, നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ദൈവദാസന്മാരെയാണ് കൊണ്ടുവരുന്നത്. നമ്മൾ അവരെ കൊണ്ടുവരുമ്പോൾ നമ്മളവരുടെ സാക്ഷ്യങ്ങൾ കേട്ട് സ്തോത്രം പറഞ്ഞ് സന്തോഷമായിട്ട് പോകുന്നതിലപ്പുറമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ആത്മീയ അനുഗ്രഹങ്ങൾ അവർക്കുണ്ട്. ഭൗതികമായിട്ടും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ട് പാസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ പാദപീഠം ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗമിടയാക്കി. ഇത് കർത്താവെ പ്രൊക്കാസ്റ്റ് ചെയ്യുന്ന തന്നെ അഭിഷക്ത ദാസനും എന്നെ പരിചയപ്പെടുത്തിയ അഭിഷക്ത ദാസി, ഇത് കാണുന്ന എല്ലാ ദൈവമക്കളെയും അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ അഭിഷക്ത കർത്തദാസനായി സ്തോത്രം. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന മഹാമനസ്സിനായി സ്തോത്രം. അനേകരെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുവാനും അവരെക്കുറിച്ച് ലോകം അറിയുവാൻ സ്വർഗം കൊടുത്ത വലിയ കാഴ്ചപ്പാടിനായി സ്തോത്രം. ദൈവദാസനെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം ഇത് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ, അവർ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം ഇടയാകട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ അധ്വാനിപ്പാൻ. അപ്പാ, ഇവിടെ ഉള്ളതൊന്നും ഞങ്ങൾക്ക് നിലനിൽക്കുന്നതല്ല, അങ്ങുള്ളത് മാത്രമേ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഓടുവാൻ പിന്നെ ഈ കൃപയും ദർശനവും ബലം തന്ന് ഞങ്ങൾ മാനിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്മഴ യാചിക്കുന്നു. സ്വർഗീയ പിതാവേ, കേൾക്കുമാറാകണമേ. താങ്ക് യു പാസ്റ്ററെ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.